നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടറ്റ് 2025 കഴിഞ്ഞ ദിവസം നടത്തിയ കാറ്റഗറി 4ൻ്റെ ക്വസ്റ്റ്യനാണ് വായിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന സൈക്കോളജിയാണ് ഇന്ന് വരുന്നത്. അപ്പോൾ കേട്ടറ്റ് ആദ്യമായിട്ട് എഴുതുന്ന കുട്ടികൾക്കും എഴുതിയ കുട്ടികൾക്കും വേണ്ടിയാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾക്ക് കേട്ടറ്റ് എഴുതുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ തരും, അതിലാണ് നിങ്ങളുടെ ആൻസർ എഴുതേണ്ടത്. അത് ഇതിൻ്റെ ഫോട്ടോ സ്റ്റേറ്റാണ്. പിന്നെ ഓരോ സെക്ഷനായിട്ടായിരുന്നു തരുന്നത്. അതിൽ വരുന്നത് കാറ്റഗറി 4ൽ ഇംഗ്ലീഷോ മലയാളം നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൽ വരുന്ന 40 മാർക്കാണ്. പിന്നെ വരുന്നത് സൈക്കോളജിയാണ്, 30 മാർക്കാണ് സൈക്കോളജി. ഹിന്ദി വരുന്നത് 80 മാർക്കാണ്. അപ്പോൾ ഒരു സൈക്കോളജി ക്വസ്റ്റ്യനാണ് ആദ്യം പരിചയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ വായിക്കുന്നില്ല. അപ്പോൾ ആൻസർ നോക്കേണ്ടവർ സി ആണ്. പാർട്ട് സിയുടെ ആൻസറാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നാമത്തെ ആൻസർ സി ആണ്, രണ്ടാമത്തെ ആൻസർ എ, മൂന്നാമത്തെ ആൻസർ ബി, നാലാമത്തെ ആൻസർ ബി, അഞ്ചാമത്തെ ആൻസർ ബി, 6 ബി, 7 ഡി, 8 ബി. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഇത് വായിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ടിക്ക് ചെയ്ത് പോകാം കേട്ടോ. കാറ്റഗറി 4ൻ്റെ സി പാർട്ടാണ് വായിക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ ഡി ആണ്, 10ാമത്തത് ഡി, 11 എ ആണ് ആൻസർ, 12 വരുന്നത് എ ആണ്, 13 സി, 14 ബി, 15 വരുന്നത് എ ആണ് ആൻസർ. എയോ സിയോ ഉപയോഗിക്കാതെ. 16 ഡി ആണ് വരുന്നത്. ഇതിലെല്ലാം ശരിയാണെന്നില്ല, അടുത്ത ഒറിജിനൽ സി വരുമ്പോൾ നമ്മളൊന്ന് നോക്കാം കേട്ടോ. 17ാമത്തെ വരുന്നത് സി ആണ്, 18 ഡി, 19 ബി. അടുത്ത് 20ാമത്തെ വരുന്നത് സി ആണ്, 21ാമത്തത് ഡി, 22 വരുന്നത് സി, 23 എ, 24ാമത്തത് ഡി, 25 ബി, 26 സി, 27 ഡി. അടുത്ത് 28 വരുന്നത് സി, 29 വരുന്നത് ഡി, 30 വരുന്നത് ബി. അപ്പോൾ ഇത്രയാണ് ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. അപ്പോൾ എ ബി സി ഡി ഇങ്ങനെ 4 പാർട്ടാണ് വരുന്നത്. അപ്പോൾ എയിൽ വരുന്ന പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കില്ല ബിയിൽ വരുന്നത്. അതായത് നമ്പർ ക്വസ്റ്റ്യൻ ഒന്നിന് നമ്പറായിരിക്കും മാറ്റം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വായിക്കുന്നത് സി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ കറക്റ്റ് ചെയ്യുക. ഒരു സ്കൂളിൽ ആൺകുട്ടിയുടെയും പെൺകുട്ടികളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ച് ഒരു പൊതുവായ യൂണിഫോം നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ഇത് താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലിംഗ ന്യൂട്രാലിറ്റി. ഒരു പ്രാഥമിക ക്ലാസ്സിലെ വിദ്യാർത്ഥി പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിൽ നിശ്ചിത കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അടുത്ത ക്ലാസ്സിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതിനെ പറയുന്നത് ത്വരിതപ്പെടുത്തൽ. ധാരണ രൂപീകരണ പ്രക്രിയയിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ അനുഭവിച്ചതിന് ശേഷം അവയിൽ പൊതുവായ ഘടകങ്ങളെ തിരിച്ചറിയുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അമൂർത്തീകരണം. 4ാമത്തത് പരിമിതമായ ഉത്തേജനങ്ങളോടുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനായി പ്രത്യക്ഷ കേന്ദ്രീകൃത പ്രക്രിയയാണ് ശ്രദ്ധ. പ്രൈമിക്സ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയത് ഹോവാർഡ് ഗാർഡ്നർ. ഡിസ്കവറി ലേണിംഗ് തിയറി നിർദ്ദേശിച്ചത് ജെറോം എസ് ബ്രൂണർ. ഒരു വ്യക്തിയുടെ ക്ഷേമത്തിനു വേണ്ടി അവൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വികാരങ്ങളെ പുറത്തു വിടുന്നതിന് പറയുന്നതിന് കഥാർസിസ്. ഒരു വിദ്യാർത്ഥിയുടെ മാതൃഭാഷ, വിദേശ ഭാഷയുടെ ശരിയായ ഉച്ചാരണം, സ്വരലയം എന്നിവ പഠിക്കുമ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുവെങ്കിൽ അത് എന്തിൻ്റെ കാരണമാണ്? പഠനത്തിൻ്റെ പ്രതികൂല ലാഭ പരിണാമം. 9ാമത്തത് RPWD 2016 നിയമപ്രകാരം ഉൾപ്പെടാത്ത വൈകല്യം, കൊറോണറി ആർട്ടറി ഡിസീസസ്. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് അവൾ ആഗ്രഹിച്ചിരുന്നിട്ടും ജില്ലാതല സംഗീത മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചില്ല. എന്നിരുന്നാലും ഇത് തൻ്റെ പാഠ്യേതര പ്രവർത്തനത്തിലെ ഒരു പ്രധാന ഭാഗമായി കാണുന്നില്ല എന്ന് അഭിപ്രായപ്പെടുന്നു. ഇത് ഏതുതരം പ്രതിരോധ തന്ത്രത്തിൽ പെടുന്നു? യുക്തീകരണം.
11. 25, 16, 20, 19, 15 അടുത്ത നമ്പർ കണ്ടെത്തുക. ഇൻഡക്റ്റീവ് ചിന്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 12. കോൾബർഗിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി തൻ്റെ മാതാപിതാക്കളോടും മുതിർന്നവരോടും ശിക്ഷയോ വെറുപ്പോ ഭയന്ന് അനുസരണ പ്രകടിപ്പിക്കുന്നു. ആ ഘട്ടം പ്രതിദാനം ചെയ്യുന്നത് ദണ്ഡാനുസരണ ഘട്ടം 1 എന്നാണ് അറിയപ്പെടുന്നത്. താഴെ പറയുന്നതിൽ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന. ഇത് ഒരു മാനദണ്ഡ ശാസ്ത്രമാണ്. എപ്പിസോഡിക് മെമ്മറിയുമായി ബന്ധപ്പെട്ടത്. ഫീൽഡ് ട്രിപ്പുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി അനുസരിച്ച് സംഭവങ്ങൾ സ്മരിക്കുന്നു, അനുഭവിച്ച സംഭവങ്ങൾ സ്മരിക്കുന്നു. 15. കുട്ടിയുടെ സാമൂഹ്യ വികസനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഘടകം. സുഹൃത്തുക്കളുടെ സംഘം. അതിൽ രണ്ട് ആൻസർ സംശയമുണ്ട്. കുടുംബമെന്നും പറയാം, എയും പറയാം, സുഹൃത്തുക്കളുടെ സംഘമെന്നും പറയാം. തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആദ്യമേ അവതരിപ്പിച്ചത് ഹെൻറി മുറെ. ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയുടെ വിജയം മറ്റു വിദ്യാർത്ഥിയുടെ പ്രകടനത്തോട് താരതമ്യം ചെയ്ത് വിലയിരുത്തുന്നു. പ്രസ്തുത മൂല്യനിർണ്ണയം ഏത് വിഭാഗത്തിൽ പെടുന്നു? വ്യവസ്ഥാപിതമായ മൂല്യനിർണ്ണയം. 18. ഡി ആണ് ആൻസർ. കൂട്ടത്തിൽ ചേരാത്തത്. ആൽഫ ടെസ്റ്റ്. 19. ഒരു അധ്യാപക വിദ്യാർത്ഥി അനുഭവസമ്പന്നനായ ഒരു അധ്യാപകൻ്റെ ബോധന തന്ത്രങ്ങൾ നിരീക്ഷിച്ച് അവരിൽ നിന്നുമുള്ള പഠന സാങ്കേതിക വിദ്യകൾ സ്വന്തം ക്ലാസ്സിൽ പ്രയോഗിക്കുന്നു. പ്രസ്തുത പഠന രീതി ഉൾപ്പെടുന്ന വിഭാഗം എന്നത് സാമൂഹിക പഠനം. അടുത്ത 20. ഘടനാവാദവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ. ഇ.ബി. തിച്നർ. താഴെ പറയുന്നതിൽ നേട്ടപ്രേരണ അച്ചീവ്മെൻ്റ് മോട്ടിവേഷനെ ഏറ്റവും നന്നായി നിർവചിക്കുന്നത്. ലക്ഷ്യങ്ങൾ നേടാനും പ്രവർത്തന മികവ് തെളിയിക്കാനുള്ള ആന്തരിക പ്രചോദനം. 22. ജീൻ പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരു ഗ്ലാസ്സിലെ ജലം ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ അതിൻ്റെ അളവിൽ ഏതൊരുവിധ മാറ്റവും സംഭവിക്കില്ല എന്ന് തിരിച്ചറിയുന്ന കാലഘട്ടം. മൂർത്ത മനോവ്യാപാര ഘട്ടം. താഴെ പറയുന്നതിൽ ഏതുതരം രേഖയെയാണ് ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസപരമായ നേട്ടം, വളർച്ച, വികാസം, വ്യക്തിത്വം, കുടുംബ പശ്ചാത്തലം എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ ഒരു ചരിത്രം നൽകുന്നത്? സഞ്ചിത രേഖ. അടുത്ത 24. താഴെ പറയുന്നതിൽ ഏതാണ് വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തത്? വൈകാരിക അനുഭവങ്ങൾ ശാരീരികമായോ ജൈവ സംബന്ധമായോ ആയ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നില്ല. 25. ഫങ്ഷണൽ ഓട്ടോണമിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം. സവിശേഷക സമീപനം. G.W. ആൾപോർട്ട്. 26. എറിക്സന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി പ്രായോഗികതയുടെയും വിമർശനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയും തെറ്റും തിരിച്ചറിയുന്ന ഘട്ടം. മുൻകൈയെടുക്കൽ കുറ്റബോധം. ഗിൽഫോർഡിൻ്റെ അഭിപ്രായത്തിൽ ഭൗതിക പ്രക്രിയയിൽ ഉൾപ്പെടാത്ത സവിശേഷത. വിവക്ഷ. 28. വ്യക്തിത്വ വികസനത്തിൽ ബാല്യകാല അനുഭവങ്ങളുടെ സ്വാധീനം ഉയർത്തിക്കാട്ടുന്ന സിദ്ധാന്തം. മനോവിശ്ലേഷണ സിദ്ധാന്തം. സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ അസോസിയേഷൻ സിദ്ധാന്തവുമായി ബന്ധമില്ലാത്ത തത്വം. പ്രധാന ആശയം ഉൾക്കാഴ്ച. 30. RPWD 2016 നിലവിൽ വന്ന വർഷം. 2017 ഏപ്രിൽ 19. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിയിൽ വരുന്നത്. അപ്പോൾ 30 ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടിയെന്ന് നോക്കുക. ഇനി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഈ ഒരു ചോദ്യപേപ്പർ വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് സൈക്കോളജി വരുന്നത്. ഒരുപാട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പാർട്ടുമായി വരുന്നവർ എല്ലാവർക്കും നമസ്തേ.